രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മിന്നും ജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. കരുത്തു തെളിയിച്ച് PV അൻവർ. തൃശൂർ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ മോഡൽ റോഡിലെ ജലവിതരണ പൈപ്പിന്റെ തകർച്ച ഒടുവിൽ അധികൃതർ പരിഹരിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠന് ജീവപര്യന്തം തടവ്. മാള കൊമ്പിടി സ്വദേശി പോളിനെയാണ് ജീവപര്യന്തം തടവിന് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. മദ്യപിച്ചെത്തിയ യുവാവാണ് ആക്രമണം നടത്തിയത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മിന്നും ജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് LDF-ലെ M സ്വരാജിനെ 11,077 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ട് നേടി കരുത്തു തെളിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപേയുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ അംഗത്തിൽ UDF നേടിയത് തിളക്കമാർന്ന വിജയം. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് നേടിയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നേറ്റം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഷൗക്കത്തിനായിരുന്നു ലീഡ്. M സ്വരാജിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും പഞ്ചായത്തായ പോത്തുകല്ലും UDF മുന്നേറ്റമുണ്ടാക്കി. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ആര്യാടൻ ഷൗക്കത്തിനാണ് ലീഡ്. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് സ്വരാജ് മുന്നിൽ കയറിയത്. ഷൗക്കത്ത് 77,737 വോട്ട് നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ അക്കൗണ്ടിൽ വന്നത് 66,660 വോട്ടുകൾ. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ മകൻ ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ MLA പദവിയിലെത്തി. PV അൻവർ എന്ത് ചലനമുണ്ടാക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷ. സ്വതന്ത്രനായി കത്രിക ചിഹ്നത്തിൽ അംഗത്തിനിറങ്ങിയ അൻവർ 19,760 വോട്ട് നേടി രാഷ്ട്രീയ കരുത്തുകാട്ടി. BJPയുടെ പ്രകടനം ദയനീയമായിരുന്നു. സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നേടാനായത് 8,648 വോട്ട് മാത്രം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ UDF-ന് കരുത്തു നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. CPM-ലാകട്ടെ ഇനി ആത്മപരിശോധനയുടെ കാലമാണ്. മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവറിന് മുന്നിൽ UDF ഇനി വാതിൽ തുറക്കുമോ എന്നതും കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് TCV. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ മോഡൽ റോഡിലെ ജലവിതരണ പൈപ്പിന്റെ തകർച്ച ഒടുവിൽ അധികൃതർ പരിഹരിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. പടിഞ്ഞാറേക്കോട്ട NSS സ്കൂളിന് എതിർവശത്തായി അയ്യന്തോളിലേക്ക് പോകുന്ന ഭാഗത്തെ റോഡിന് നടുവിലാണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം വലിയ തോതിൽ വെള്ളം റോഡിലൂടെ പരന്നൊഴുകിക്കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈപ്പ് പൊട്ടിയ ഭാഗത്തെ റോഡും ഇടിഞ്ഞു താഴ്ന്നതിനാൽ ഇവിടെ റിബൺ കെട്ടി തിരിച്ചിരുന്നു. ഇതുമൂലം വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. തിങ്കളാഴ്ച രാവിലെ പൈപ്പിലൂടെയുള്ള കുടിവെള്ള വിതരണം നിർത്തിയെങ്കിലും വൈകിട്ടോടുകൂടി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നാണ് പൊട്ടിയ ജലവിതരണ പൈപ്പിന്റെ തകരാർ പരിഹരിച്ചത്. സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠന് ജീവപര്യന്തം തടവ് ശിക്ഷ. മാള കൊമ്പിടി സ്വദേശി നാലുകണ്ഠൻ പോളിനെയാണ് ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴയൊടുക്കാനും ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2020 സെപ്റ്റംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം. വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയായ പോൾ സഹോദരൻ ആൻഡുവിനെ ഇരുമ്പുവടി കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചികിത്സയിലിരിക്കെ ആൻഡു മരണപ്പെടുകയുമായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല, അഭിഭാഷകരായ ജോജി ജോർജ്, ശ്രീദേവ് തിലക്, റെറ്റോ വിൻസെന്റ് എന്നിവർ കോടതിയിൽ ഹാജരായി.
കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 250ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. കാക്കാതുരുത്തി മുതൽ എടത്തുരുത്തി പയ്യന്നൂർ വരെയുള്ള ഭാഗങ്ങളിലായി 300ഓളം വീടുകൾ വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് മൂലം ഉൾപ്രദേശത്തെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ ആശ്വാസ കേന്ദ്രത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 കുടുംബങ്ങളിൽ നിന്നുള്ള 168 പേരാണ് കഴിയുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നുള്ള 102 പേരുമാണ് ഉള്ളത്. TCV ന്യൂസ്, കയ്പമംഗലം. അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ശുചിമുറികൾ പോലും ഉപയോഗിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയും നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. അന്തിക്കാട് കോൾപ്പാട ശേഖരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാർഡുകളാണ് 5ഉം 6ഉം. ഇവിടെ നിന്നുള്ള അധിക ജലം ഒഴുക്കിക്കളയാൻ നടപടികൾ എടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. പാറളം, ചാഴൂർ, ചേർപ്പ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലൂടെ ഒഴുകി മണലൂർ താഴം കോൾപ്പടവ് വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർ താഴം കോൾപ്പാട ശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കണം. ഇരു ബണ്ടുകളും പൊട്ടിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് ഈ വാർഡുകളിലെ വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 4, 5, 6 വാർഡുകളിൽ വളരെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കല്ലടുവഴി ഭാഗത്ത് മിക്കവാറും വീടുകൾ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കളക്ടർക്ക് അതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെള്ളവും ഇവിടെ നിന്ന് മണലൂർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ മണലൂരത്തെ ആ ബണ്ടും കാഞ്ഞങ്ങോളിലെ ബണ്ടും പൊട്ടിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം സബ് കളക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് നാളെ തന്നെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തായാലും ഒരു പരിഹാരം നാളെ തന്നെ ഉണ്ടാവും. പ്രശ്നം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച സബ് കളക്ടറുടെ ചേംബറിൽ 5 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, കോൾ പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി, വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. 5-6 വാർഡുകളിലെ വെള്ളം കയറിയ വീടുകളും പ്രദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്, വാർഡ് അംഗങ്ങളായ ലീന മനോജ്, ശരണ്യ രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വില്ലേജ് ഓഫീസർ J ജനേഷ്, കൃഷി ഓഫീസർ ശ്വേത എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. TCV ന്യൂസ്, തൃശൂർ. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. 18 സെന്റിമീറ്ററാണ് തുറന്നത്. 53.83 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. AE PS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. നിലവിൽ വെള്ളം കുറവായതിനാൽ വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ PTA അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂളിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു.
ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം PTA പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്കുപറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ SMC ചെയർമാൻ NBT അംഗങ്ങളെല്ലാം കൂടെ ഞങ്ങളോട് കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയും തെറി വിളിക്കുകയും കയ്യിൽ വളവൂരി എന്നെ മുഖത്തിരിക്കുകയും ചെയ്തത്. വീട്ടുകാരെ മൊത്തം അവസരം വിളിക്കുകയും PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കുകയാണ് ഉണ്ടായത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു. സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവനെ കോളറിന് പിടിച്ച് തള്ളി വള പോലെ സാധനം കൊണ്ട് ഇടിച്ചു. ഇതില് PTA എന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പാർലിക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. തെക്കുംകര സ്വദേശി വലിയ വീട്ടിൽ കല്ലിപ്പറമ്പിൽ 47 വയസ്സുള്ള സുനിൽ കുമാറാണ് മരിച്ചത്. 2 സുഹൃത്തുക്കളുമായി എത്തിയ സുനിൽ ക്ഷേത്രക്കുളത്തിൽ നീന്തുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് 1.5 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഓട്ടോ ഡ്രൈവറാണ് സുനിൽ. ഇളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ യുവാവിനെ കാണാതായി. കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടാരം വളപ്പിൽ 48 വയസ്സുള്ള സത്യനെയാണ് കാണാതായത്. തോട്ടിലേക്ക് വീണ നാളികേരമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സത്യൻ കാൽ വഴുതി വീഴുകയായിരുന്നു. നാട്ടുകാരും കുന്നംകുളത്ത് നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്തെ മുളങ്കാടുകളും കുളവാഴിയും ചണ്ടിയും അടക്കം മാലിന്യങ്ങൾ നീക്കം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. പാലിയേക്കര ടോൾ പ്ലാസയും മറികടന്ന് വാഹനനിര നീണ്ടു. ആമ്പല്ലൂരിൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കല്ലൂർ റോഡും ഇടറോഡുകളും ആശ്രയിച്ചു തുടങ്ങി. ഇതോടെ കല്ലൂർ റൂട്ടിലും നേരിയ തോതിൽ ഗതാഗത കുരുക്കുണ്ടായി. വിദ്യാർത്ഥികളും ജോലിക്കായി പോകുന്നവരുമടക്കം നിരവധി യാത്രക്കാരാണ് ദുരിതത്തിലായത്. സ്വകാര്യ ബസ്സുകൾക്ക് സമയത്ത് എത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ചാലക്കുടിയിൽ യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ആലപ്പുഴ ചേർത്തല സ്വദേശി മുരുകനാണ് പിടിയിലായത്. പണം ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കത്തിൽ എലിഞ്ഞിപ്ര സ്വദേശി മഠത്തിപ്പറമ്പിൽ രാജനെ കത്തികൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. അമിത വേഗതയിൽ വന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മാണിമക്ക തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ട്രാവലർ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തു. യുവാക്കളെ കായിക ലഹരിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ ജേഴ്സി പ്രകാശനം തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ACP NS സലീഷ്, എക്സൈസ് CI VJ ജോയ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്രൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ജോർജ് തോമസ് എന്നിവർ ചേർന്ന് ജേഴ്സിയുടെ പ്രകാശനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി B. സതീഷ്, വിവിധ ടീം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26 വൈകിട്ട് 4 മുതൽ 7 വരെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ സിറ്റി പോലീസ്, തൃശൂർ എക്സൈസ് ഡിവിഷൻ, തൃശൂർ പ്രസ് ക്ലബ്ബ്, കോർപ്പറേഷൻ തുടങ്ങിയ ടീമുകൾ മാറ്റുരയ്ക്കും. വടക്കാഞ്ചേരി ഓട്ടുപാറ സെന്ററിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. ശരീരമാസകലം രക്തമൊലിക്കുന്ന നിലയിൽ യുവാവ് സംസ്ഥാന പാതയുടെ നടുവിലേക്കിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്നും ഡോക്ടർ എന്ന സ്വപ്നം എത്തിപ്പിടിച്ച് രാംകുമാർ. കടാമ്പുള്ളി വീട്ടിലെ അനിൽകുമാറിന്റെയും ചന്ദ്രികയുടെയും മകൻ രാംകുമാർ MBBS എന്ന സ്വപ്നം നേടാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് സമയത്ത് പിതാവിന്റെ പപ്പട കച്ചവടം നഷ്ടത്തിലായപ്പോൾ ഡോക്ടർ എന്ന സ്വപ്നമൊക്കെ മാറ്റിവെച്ച റാം എങ്ങനെയെങ്കിലും കടം തീർക്കാനുള്ള നെട്ടോട്ടത്തിലായി. ഏറെ ശ്രമത്തിനിടെ ഗൾഫിൽ മെഡിക്കൽ ഷോപ്പിൽ ബില്ലടിക്കാനും മറ്റും ഒരു ജോലി ഏകദേശം തരപ്പെട്ടു. പോകുന്നതിനു മുൻപേ രാംകുമാർ തന്റെ അധ്യാപിക സ്റ്റീജ ടീച്ചറെ കാണാനായി പോയി. കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം ടീച്ചർ ചോദിച്ച ചോദ്യം ഡോക്ടർ ആവണമെന്ന തന്റെ ആഗ്രഹം വീണ്ടും അവനെ പൊടിതട്ടിയെടുക്കാൻ പ്രേരിപ്പിച്ചു. സാമ്പത്തികമായി സഹായിക്കാമെന്ന ടീച്ചർ പിന്തുണ നൽകി. അച്ഛനും കൂടെ കൂടി. സുഹൃത്തിന്റെ നിർദ്ദേശാനുസരണം
ഡോപ്പ നീറ്റ് കോച്ചിങ്ങിന് ചേർന്നതോടെ റാമിന്റെ പഠനം ട്രാക്കിലായി. എന്നാൽ പ്രതിബന്ധങ്ങൾ അവിടെയും തീർന്നില്ല. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം റാമിനെ വീണ്ടും തളർത്തി. കുടുംബത്തിലെ ഏക വരുമാനം നിലച്ചതോടെ പഠനം അവസാനിപ്പിച്ച ജോലിക്ക് പോകാൻ അവൻ തീരുമാനിച്ചുവെങ്കിലും സ്റ്റീജ ടീച്ചറുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ വീണ്ടും പഠനം തുടർന്നു. അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകരും മെന്റേഴ്സും ഡയറക്ടർമാരും എല്ലാ പിന്തുണകളും നൽകി കൂടെ നിന്നു. ഡോക്ടറാകൂ എന്ന അച്ഛന്റെയും അമ്മയുടെയും തന്റെയും സ്വപ്നത്തിന്റെ വക്കീലാണ് റാം ഇപ്പോൾ. TCV ന്യൂസ്, കുന്നംകുളം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുന്നംകുളം നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നടൻ മോഹൻലാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നടത്തി. തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ താരത്തെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ ലജുമോൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചാവക്കാട് തെക്കൻ പാലയൂരിൽ കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തി. തെക്കൻ പാലയൂർ ജയന്തി റോഡിൽ ഒരുമനിയൂർ സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 6 പേർക്ക് കുറുനരിയുടെ കടിയേറ്റിരുന്നു. ഇതിന് പിന്നാലെ 13-ാം വാർഡിൽ മറ്റൊരു കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നഗരസഭയും വനം വകുപ്പും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകരായ PV പീറ്റർ, അനീഷ് പാലിയൂർ, ആഷിഫ് വലിയകത്ത്, അഷ്റഫ്, ബൈജു ആബിദ് എന്നിവർ ആവശ്യപ്പെട്ടു. നഗരസഭാ വകുപ്പും ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ നേതാവ് KV സത്താറും സ്ഥലത്ത് സന്ദർശനം നടത്തി. കൂർക്കഞ്ചേരി സോമിൽ റോഡ് മിഠായി ഗേറ്റിന് സമീപം ട്രെയിനിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വടൂക്കര സ്വദേശി നടുല വീട്ടിൽ 52 വയസ്സുള്ള ദിനേഷ് കുമാറാണ് മരിച്ചത്. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആണ് തട്ടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. യോഗ ഒരു ലഹരിയാണെന്നും ശരീരവും മനസ്സും തമ്മിലുള്ള മീഡിയമാണ് യോഗയെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അറിയാക്കയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നൃത്ത നാടക സംഗീത ശില്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മേയർ. ലഹരി ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും മേയർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പ്രിൻസിപ്പൽ KR സ്മിത അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് KP ബിന്ദു, VHSE പ്രിൻസിപ്പൽ അനിത, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക KV സരള, പ്രകാശ് ബാബു, വരദരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി തന്നെ അതിനെ ക്രമീകരിക്കുന്നതിന് 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് പെരുമ്പിരാവ് ആൽത്തറ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. നെല്ലിക്കൽ വീട്ടിൽ വിനിൽ എന്ന അജിത്തിനെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം പോലീസ് നാടുകടത്തിയത്. കൊലപാതക ശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദനം, അടിപിടി തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അജിത്ത്. ജനങ്ങളെ ദുരിതത്തിലാക്കി കൊടകര വെള്ളിക്കുളങ്ങര റോഡ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഈ റോഡ് പരിപാലിക്കുന്നതിൽ അധികൃതർ നിരന്തരം വീഴ്ച വരുത്തുകയാണ്. ആറേശ്വരം മലയിൽ നിന്ന് റോഡിലേക്ക് വെള്ളമൊഴുകിയെത്തുന്നതാണ് യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നത്. മഴക്കാലമായതോടെ മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം റോഡിലും വീടുകളിലും വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നു. റോഡരികിലെ കാന യഥാസമയം വൃത്തിയാക്കാത്തതാണ് ഈ ദുരിതത്തിന് കാരണം. കാനകൾ നികന്നുകിടക്കുന്നതിനാൽ മലയിൽ നിന്നെത്തുന്ന വെള്ളം വീടുകളിലേക്ക് ഒഴുകുകയാണ്. കോടശ്ശേരി മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ഈ തോട് വൃത്തിയാക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങോട്ട് അധികം കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു ഹമ്പ് പോലെ കെട്ടി. പക്ഷേ PWDക്കാർ അവിടെ ഒരു ചെറിയ തോട് പോലും ശരിയാക്കി തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയായിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി ഇതിലും കുഴിയാവും. ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ പറ്റാറില്ല. ആ ഒരു അവസ്ഥയാണ്. പിന്നെ വെള്ളം ഇങ്ങനെ തെറിച്ച് മതിലെപ്പോഴും ഇടിയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത്തുപാടം അടിവാരം ഭാഗത്ത് റോഡരികിൽ KSEBയുടെ പോസ്റ്റുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും കൂട്ടിയിട്ടിരിക്കുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കോടശ്ശേരി മലയിലും ആറേശ്വരം മലയിൽ നിന്നും കുത്തിയൊഴിച്ചു വരുന്ന വെള്ളത്തിന്റെ സുഗമമായ പോക്കിന് വലിയ രീതിയിലുള്ള വിലങ്ങുതടിയിടുന്ന രീതിയിലുള്ള മാലിന്യങ്ങളും അതേപോലെയുള്ള തടസ്സങ്ങളാണ് ഇവിടെയുള്ളത്. 3 മുറിയിൽ റോഡ് പണിക്ക് മുമ്പ് ഉണ്ടായിരുന്ന വേസ്റ്റ് മണ്ണുകൾ കൊണ്ട് അടിച്ചിട്ടിട്ട് അത് മാറ്റാതെ കിടക്കുന്നു. അങ്ങനെ പൈപ്പുകളും പോസ്റ്റുകളും മണ്ണുകളും മൺകൂരകളും ചെടികളും കാടുകളും വെട്ടാത്ത കാരണം വലിയ ദുരിതമാണ് മറ്റത്തൂരിലെ നിവാസികൾ അനുഭവിക്കുന്നത്.
മൂന്നുമുറി പെട്രോൾ പമ്പ് പരിസരത്ത് മണ്ണ് കൂനയായി കൂട്ടിയിരിക്കുന്നതും അപകടത്തിന് വഴിവെക്കുന്നു. നാളുകൾക്ക് മുന്നേ ഇവിടെ കൂട്ടിയിട്ട മൺകൂനയ്ക്ക് മുകളിൽ പുല്ല് മൂടിക്കിടക്കുകയാണ്. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ പരിസരത്ത് സ്ലാബ് നീക്കി കാന വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ടിനു കാരണമായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഏനമാവിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏനമാവ് കരുവന്തല തെക്കേടത്ത് സന്തോഷിന്റെ മകൾ അശ്വതിയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ അശ്വതിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ബന്ധുവീടുകളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വൈകിട്ട് വീടിന് സമീപത്തെ കിണറ്റിനരികിൽ വളർന്നു നിന്നിരുന്ന പാഴ്ചെടികൾ ഒടിഞ്ഞുകിടക്കുന്നതും മുടിയിലിടുന്ന ബൺ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കിണറ്റിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കൗൺസിലും തെരഞ്ഞെടുപ്പും തൃശൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രതീഷ് പോൾ, ജനറൽ സെക്രട്ടറി നൈസൺ മാത്യു, ട്രഷറർ സുബൈർ വാഴാലി എന്നിവരെ തെരഞ്ഞെടുത്തു. ചെറുകാടിന്റെ നാടകങ്ങൾ സമഗ്ര പഠനം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സെന്റ് മേരീസ് കോളേജിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചെറുകാടിന്റെ മകൾ CP ചിത്ര പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിഷ, KC നാരായണൻ, ഗ്രന്ഥകാരി ഡോക്ടർ KK മേരിക്കുഞ്ഞ്, സിസ്റ്റർ സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജോർജ് ആൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപരോധ സമരത്തിന് മുന്നോടിയായി ബസ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. ആം ആദ്മി പാർട്ടി തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഗുജറാത്തിലും പഞ്ചാബിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതിലായിരുന്നു ആഹ്ലാദ പ്രകടനം. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ പരിസരത്ത് തന്നെ സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ, സെക്രട്ടറി ഇൻചാർജ് ബിന്നി പൊന്തേക്കൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജോളി ജോൺ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ് എന്നിവർ സംസാരിച്ചു. മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം സെന്ററിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശി തേജസ് നിലയം വീട്ടിൽ യുഗദേവിനാണ് പരിക്കേറ്റത്. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ.
വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും ജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. കരുത്ത് തെളിയിച്ച് PVN. തൃശൂർ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ മോഡൽ റോഡിലെ ജലവിതരണ പൈപ്പിന്റെ തകർച്ച ഒടുവിൽ അധികൃതർ പരിഹരിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠന് ജീവപര്യന്തം തടവ്. മാള കൊമ്പിടി സ്വദേശി പോളിനെയാണ് ജീവപര്യന്തം തടവിന് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. അന്തിക്കാട് പഞ്ചായത്തിലെ 5, 6 വാർഡുകളിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. മദ്യപിച്ചെത്തിയ യുവാവാണ് ആക്രമണം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.